ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതി അശ്വിൻ്റെ കയ്യിൽ നിന്ന് ആ പേപ്പർ വാങ്ങിച്ച് ഓടിപ്പോവാണ്. ഞാൻ ഈ പേപ്പർ തരണമെന്നുണ്ടെങ്കിൽ എൻ്റെ ശവം നിങ്ങൾ കാണുമെന്ന് പറയാണ്. ശ്രുതിയുടെ ആ ഒരു ഭീഷണിയിലൊന്നും അശ്വിൻ വീഴുന്നില്ല. കാരണം ശ്രുതി അങ്ങനെയൊന്നും ചെയ്യില്ലെന്നാണ് അശ്വിൻ്റെ വിശ്വാസം. പക്ഷേ അശ്വിൻ്റെ വിശ്വാസങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ട് ശ്രുതി അങ്ങോട്ടേക്ക് മറിഞ്ഞു വീഴുമായിട്ട് അബദ്ധവശാൽ മറിഞ്ഞു വീഴുന്നതാണ്. അങ്ങനെ ബാൽക്കണിയുടെ മോളിൽ നിന്നാണ് മറിഞ്ഞു വീഴാൻ വേണ്ടി പോണത്. പെട്ടെന്ന് തന്നെ ശ്രുതിയുടെ ഷോളിൽ കയറി അശ്വിൻ പിടിക്കുകയാണ്. ഷോളിൻ്റെ അങ്ങേ അറ്റത്ത് ശ്രുതിയും പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതിനെ പിടിച്ച് വലിച്ച് തിരിച്ച് അശ്വിൻ അടുത്തേക്ക് വരുവാണ്, അടുത്തേക്ക് ഇങ്ങനെ ചേർക്കുവാണ്. പെട്ടെന്ന് തന്നെയാണ് അശ്വിനും ശ്രുതിയും പഴയ ഓർമ്മകളിലേക്ക് കടന്നു പോണത്. അന്ന് ആ ദീപാവലി ദിവസം അശ്വിൻ ശ്രുതിനെ ഉമ്മ വയ്ക്കാൻ പോയതും അതുമാത്രമല്ല, ശ്രുതിയും അശ്വിനും തമ്മിൽ നല്ല നല്ല നിമിഷങ്ങളൊക്കെ അവർ ആ ഒരു സെക്കൻഡ് ആലോചിച്ച് പോവാട്ടോ. ശേഷമാണെങ്കിൽ ശ്രുതി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അഞ്ജലി പറയുന്നുണ്ട്, അതേ നാളെയാണ് ഹോളി, അപ്പോൾ നിൻ്റെ വീട്ടിൽ നിന്നുള്ള ആൾക്കാരെല്ലാം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട്. സാധാരണ കല്യാണം കഴിഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടിലാണ് ആദ്യം ഹോളി നടത്തേണ്ടതെന്ന് അറിയാം. പക്ഷേ എങ്കിലും നമുക്കെല്ലാവർക്കും ഇവിടെ കൂടാമെന്ന് വിചാരിച്ചു. മുത്തശ്ശിക്കും അത് ആഗ്രഹം എന്ന് പറയണം. അപ്പോൾ നാളെ അമ്മയൊക്കെ വരുമെന്ന് പറയുമ്പോൾ ശ്രുതിക്ക് സന്തോഷമാവാം കേട്ടോ. അങ്ങനെ ശ്രുതി വിചാരിക്കുക എന്തായാലും ഹോളിയല്ലേ, അടിച്ചു പൊളിക്കാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ മോഹനങ്ങൾ ശ്രുതി എടുത്ത് പറയുന്നുണ്ട്, ഹോളി അമ്മ മാത്രം ആഘോഷിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതെന്താ മുത്തശ്ശി ആഘോഷിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ആ ദിവസമാണ് അച്ഛൻ മരിച്ചത്. അതുകൊണ്ട് നമ്മുടെ അതായത് ശ്രുതിയുടെയും അശ്വിൻ്റെയും ആകാശിൻ്റെയൊക്കെ മുത്തശ്ശൻ മരിച്ച ദിവസമാണ്. അതുകൊണ്ട് അമ്മ അതൊന്നും ആഘോഷിക്കാറില്ല. പക്ഷേ ഈ പ്രാവശ്യം മുത്തശ്ശിനെ കൊണ്ട് ആഘോഷിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്നൊക്കെ ശ്രുതി പറയാട്ടോ. അങ്ങനെ ഹോളി ദിവസം നമ്മുടെ അശ്വിൻ ഹോളിയൊന്നും ആഘോഷിക്കാണ്ട് മാറി നിൽക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി അശ്വിനെ വിളിച്ചുകൊണ്ട് ഹോളിയൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്നുണ്ട്. എന്തായാലും ശരി, ഈ പ്രാവശ്യം ഹോളിക്ക് ശ്രുതിയുടെ മുഖത്ത് താൻ തന്നെയായിരിക്കും പൊടി തേക്കുന്നത് എന്ന് ശ്യാം തീരുമാനിക്കുകയാണ്. അങ്ങനെ പൊടി തേക്കാൻ വേണ്ടി ശ്രുതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ആ ശ്യാമിനെ തള്ളി മാറ്റിക്കൊണ്ട് അശ്വിൻ കുറച്ച് പൊടികൾ, അത് കളർ പൊടികൾ എടുത്തിട്ട് ശ്രുതിയുടെ മുഖത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. അത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. നാളത്തെ വീക്കെൻഡ് പുറമോ സൂപ്പർ ആയിരിക്കും കേട്ടോ. ഇനി അങ്ങോട്ട് പ്രണയം മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ.